അപ്പൊ ഹലോ ഗൈസ്, സമയം 7:45 ഞാനൊരു സ്ഥലം വരെ പോവാണ്. അപ്പൊ വീടൊക്കെ പൂട്ടി ഇറങ്ങി പോകുന്നത് വേറെ ഇങ്ങോട്ടല്ല, വയനാട്ടിലേക്കാണ്. അമ്മമ്മേനെയും വില്ലിച്ചനൊക്കെ കണ്ടിട്ട് കുറച്ചായി, ഇനി കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കാന്ന് വിചാരിച്ച് അങ്ങനെ വീടിന്റെ അടുത്തുനിന്ന് ബസ് കയറി നേരെ ഈങ്ങാപ്പുഴ വന്നിറങ്ങി. ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ കുറച്ചേരം ഈങ്ങാപ്പുഴ കാത്തുന്നപ്പോഴത്തേ നമുക്കൊരു പ്രൈവറ്റ് ബസ് കിട്ടി. ഞാൻ രാവിലെ വയനാട്ടിലേക്ക് പോകുമ്പോൾ മിക്കവാറും പ്രൈവറ്റിലാണ് പോവാറ്. ഇന്ന് ബസ്സിൽ വലിയ തിരക്കുമില്ലായിരുന്നു. ചുരം കയറി തുടങ്ങിയപ്പോഴാണ് ഒരു പണി കിട്ടിയെന്ന് മനസ്സിലായത്. രാവിലെ തന്നെ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. ഇവിടെയാണ് പ്രൈവറ്റ് ബസ്സിൽ വരുന്നതിന്റെ വേറൊരു ഉപകാരം. കണ്ടില്ലേ, KSRTC അടക്കം എല്ലാ വണ്ടിയും ബ്ലോക്ക് കിടക്കുകയാണ്. ഇത് പക്ഷേ പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് കുത്തിക്കയറ്റി അങ്ങനെ പോയിക്കോളൂ. പക്ഷെ ഒരു കാര്യം പറയണം, ഇവർ നോക്കാതെ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നല്ല. നമ്മുടെ ബസ്സിന്റെ കണ്ടക്ടർ ഓടിപ്പോയി ഓപ്പോസിറ്റ് വണ്ടിയൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഇല്ലാഞ്ഞിട്ട് ചുരം നടന്നു കയറുന്നവരൊക്കെ നമ്മുടെ ബസ് കയറി. കാരണം നമ്മുടെ ബസ് മാത്രമേ മേലെ എത്തിയിട്ടുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ബ്ലോക്ക് കിടക്കുകയാണ്. ബ്ലോക്ക് ഒരു 7-ാം വളവ് 8-ാം വളവ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വൈത്തിരി വന്ന് ബസ് ഇറങ്ങി. ബസ്സിൽ ഇരുന്ന് മടുത്തുപോയി. കാരണം 2 മണിക്കൂറിന്റെ പുറത്ത് ബസ്സിലിരുന്ന് സമയം കണ്ടില്ലേ, 10:15. നോർമലി ഞാൻ ആ ബസ്സിൽ വരുമ്പോൾ 9 മണിയൊക്കെ കഴിയുമ്പോൾ വൈത്തിരി എത്തുന്നതാണ്. അങ്ങനെ അവിടെ കുറച്ചു നേരം കാത്തുന്നപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള അടുത്ത ബസ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിൽ കയറി നേരെ 6-ാം മൈലിൽ വന്ന് ഇറങ്ങി. ഇവിടുന്ന് അമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് പോകാണ്ട്. ഇവിടത്തെ ടൗണിൽ തന്നെ ഇഷ്ടംപോലെ ഓട്ടോയൊക്കെ ഉണ്ടാവും. പക്ഷെ രാവിലെ ആയതുകൊണ്ട് ഓട്ടോ വിളിക്കുന്നില്ല, നടക്കാന്ന് വിചാരിച്ച്. നടക്കുന്നത് കൊണ്ട് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ കുത്തനുള്ള ഒരു കയറ്റാണ്. നമുക്കൊക്കെ പിന്നെ അത് ശീലമായത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ കാണുന്ന LP സ്കൂൾ കണ്ടില്ലേ, ഇതിന്റെ തൊട്ട് മേലെ തന്നെയാണ് അമ്മയുടെ വീട്. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി. നമ്മൾ 7:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ എത്തിയപ്പോൾ 11 മണി കഴിഞ്ഞ്. നോർമലി 9:30 ഒക്കെ കഴിയുമ്പോൾ എത്തേണ്ടതാണ്. പിന്നെ ഇതാണ് എന്റെ വല്യച്ഛൻ, അതായത് അമ്മയുടെ അച്ഛൻ. പിന്നെ ഇതാണ് എന്റെ അമ്മമ്മ. ഇവിടെ ഉള്ളവർ പറയുമ്പോൾ ശേഖരേട്ടനും ലക്ഷ്മിയേട്ടത്തിയും. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.